ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 8 ശ്ലോകം 6. യം യം വാഭിസ്മരൻ ഭാവം ത്യജത്യന്തേ കളേവരം തം തമേവൈതി കൗന്ദേയ സദാ തദ്ഭാവഭാവിതഃ. ഹേ കൗന്ദേയ, ഏതേതു ഭാവത്തെ സ്മരിച്ചുകൊണ്ടാണോ ഒരാൾ അന്ധത്തിൽ ശരീരത്തെ ഉപേക്ഷിക്കുന്നത്, സദാ തദ്ഭാവത്താൽ ഭാവിതനായ അയാൾ അതത് ഭാവത്തെ തന്നെ പ്രാപിക്കുന്നു. അപ്പൊ ഏതു ഭാവത്തെ ഓർമ്മിച്ചുകൊണ്ടാണോ ഒരാള് മരണകാലത്തിൽ ദേഹം ഉപേക്ഷിക്കുന്നത്, ആ സ്മരിക്കപ്പെട്ട ഭാവത്തെ തന്നെയാണ് അയാൾ പ്രാപിക്കുന്നത്, അന്യമായ ഒന്നിനെ അല്ല. സദാ തദ്ഭാവഭാവിതഃ എന്ന് പറഞ്ഞിരിക്കുകയാണ്. സദാ സ്മരിക്കുന്നതിലൂടെ യാതൊന്നാണോ അഭ്യസിക്കപ്പെടുന്നത്, ജീവിതത്തിൽ ഏത് ഭാവങ്ങളും ഏത് പ്രവർത്തികളുമാണോ ഒരാളിൽ തീവ്രങ്ങളായ സംസ്കാരങ്ങളെ ജനിപ്പിച്ചിരിക്കുന്നത്, അതായിരിക്കും മരണസമയത്ത് പ്രകടമാവുക. അത് സൂചിപ്പിക്കുന്ന ശബ്ദമാണ് സദാ തദ്ഭാവഭാവിതഃ എന്നുള്ളത്. അയാള് ദേവതോപാസകനാണെങ്കിൽ, ഇഷ്ടദേവതാഭാവത്തിൽ ശ്രദ്ധയോടുകൂടി ഉപാസിക്കുന്ന ആളാണെങ്കിൽ, അയാൾ മരിക്കുമ്പോൾ അതത് ദേവതാപ്രാപ്തി തന്നെയാണ് അയാൾക്കുണ്ടാവുന്നത്. ദേവതാോപാസകർക്ക് ദേവതാത്മപ്രാപ്തിയേ ഉണ്ടാവുള്ളൂ. അത് മുക്തിയല്ല, അത് മോക്ഷമല്ല. അപ്പൊ ദേവതാത്മ പ്രാപ്തി നേടിയവർ പോലും മുക്തിക്ക് മോക്ഷത്തിന് അർഹരല്ലെന്നിരിക്കെ ഇന്ദ്രിയാരാമന്മാരായിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് എന്തു പറയാനാണ് എന്നാ ചോദിക്കുന്നത്. കാരണം അവർക്ക് മരണസമയത്തും ആ ഇന്ദ്രിയ വിഷയങ്ങളുടെ സന്നികർഷങ്ങളിൽ നിന്നുണ്ടാകുന്ന ചിന്തകളെ പൊന്തി വരൂ. അതിന് അനുസരിച്ചായിരിക്കും അവരുടെ ഗതിയും. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്ത് ചിന്തിക്കുന്നു, എന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും അനന്തരഗതി. ദുഷിച്ച സംസ്കാരമാണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ അനന്തരഗതിയും ദുഷിച്ചതായിരിക്കും. സദ്ഗതി വേണമെന്നുണ്ടോ, പ്രയത്നപൂർവം സത്സംസ്കാരം ആർജിക്കേണ്ടതുണ്ട്. അതാണ് ഈ ശ്ലോകം സൂചിപ്പിക്കുന്നത്. ഉപനിഷത്തിൽ പറയും, യോനിമന്യേ പ്രപദ്യന്തേ ശരീരത്വായ ദേഹിനഃ സ്ഥാണുമന്യേനു സംയന്തി യഥാ കർമ്മ യഥാ ശ്രുതം എന്ന്. ചില ദേഹികൾ ശരീര സ്വീകരണത്തിനായിക്കൊണ്ട് അന്യയോനികളെ പ്രാപിക്കുന്നു, മറ്റു ചിലരാവട്ടെ വൃക്ഷം തുടങ്ങിയ സ്ഥാവരഭാവങ്ങളെ പ്രാപിക്കുന്നു എന്ന്. എന്നിട്ട് അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ചിലർ ശാസ്ത്ര വ്യാഖ്യാനം ചെയ്യാറുണ്ട്. ഇവിടെ ജീവിക്കുമ്പോൾ എന്ത് ചിന്തിച്ചാലും ചെയ്താലും പറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല, അവസാന കാലം ഈശ്വര വിചാരം ചെയ്താൽ മതിയെന്ന്. അതുകൊണ്ടാണ് നമ്മുടെ യുവജനങ്ങൾ, കുട്ടികളൊക്കെ കുറച്ച് കൂടുതൽ പ്രാവശ്യം ആശ്രമങ്ങളിലേക്കോ സത്സംഗത്തിലേക്കോ ഒക്കെ പോകാൻ തുടങ്ങിയാൽ, അയ്യോ ഇപ്പൊന്നും പോകാൻ പാടില്ല, വയസ്സുകാലത്ത് മതി എന്ന് പറയാറുണ്ട്. യുക്തിപൂർവ്വം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ചെറുപ്പകാലത്തിൽ ഒരു 10-30 വയസ്സ് വരെ നമ്മൾ എന്തു പഠിച്ചിരുന്നുവോ അതാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാലവും നമ്മൾ ഓർമ്മിക്കപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നതൊക്കെ ഒരു രാത്രി ഉറങ്ങിക്കഴിയുമ്പോഴേക്ക് അത് മറന്നുപോയിരിക്കും. അപ്പോൾ ചെറുപ്പകാലങ്ങളിൽ എന്ത് വിചാരമാണോ, എന്ത് സംസ്കാരമാണോ നേടുന്നത്, അത് തന്നെയേ മരണകാലത്തും നമ്മളെ സ്മരിക്കൂ എന്നുള്ളത് ചിന്തിച്ചാൽ മനസ്സിലാവും. പക്ഷേ എന്നിട്ടും ചിലർ അജാമിളോപാഖ്യാനത്തെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്രകാരം ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട് എന്നാണ് പറഞ്ഞത്. അജാമിളൻ അങ്ങനെയല്ല, അങ്ങനെ ഭാഗവതം പറഞ്ഞിട്ടില്ല. അജാമിളൻ വളരെയധികം സ്വാധ്യായവും ഉപാസനകളും ഒക്കെ നേടി നല്ല സത്സംസ്കാരത്തോടു കൂടിയുള്ള ആൾ തന്നെയായിരുന്നു.
ശരീരപ്രാരബ്ധം എല്ലാവർക്കും ഉണ്ടല്ലോ. ശരീരപ്രാരബ്ധവശാല് കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അയാൾ ഒരു ഹീന സ്ത്രീയുമായി സഹവസിക്കാൻ ഇടവന്നു. അങ്ങനെ ദീർഘകാലം അവളുടെ കൂടെ കഴിഞ്ഞ് കുറച്ച് മക്കളൊക്കെ ഉണ്ടായി. അങ്ങനെ കഴിഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ വാർദ്ധക്യം വന്നു. ആ സന്ദർഭത്തിൽ അയാൾക്കൊരു ദിവാസ്വപ്നം കാണുകയാണ്. ആ ദിവാസ്വപ്നത്തിലാണ് യമദൂതന്മാർ വന്നതും നാരായണനാമം ഉച്ചരിച്ചതും വിഷ്ണുദൂതന്മാർ വരുന്നതുമൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുന്നത്. അങ്ങനെ അത് അയാളുടെ ജീവിതത്തെ ആകെ പാടെ മറിച്ചു. മുമ്പത്തെ സംസ്കാരം ഉള്ളിലുള്ളത് കൊണ്ട് അയാൾ വീണ്ടും ആ സ്വപ്നത്തെ പിൻപറ്റിക്കൊണ്ട് കൂടുതൽ തപസ്സിനായിക്കൊണ്ട് പോവുകയാണ്. കാരണം അജാമിളൻ താൻ കണ്ടത് സത്യമാണോ സ്വപ്നമാണോ എന്ന് ആത്മകഥം ചെയ്യുന്ന ശ്ലോകം വരുന്നുണ്ട്. കിമിതം സ്വപ്ന ആഹോസിത് സാക്ഷാദൃഷ്ടമിഹാദ്ഭുതം ക്വ യാദാ അദ്യതേയേ മാം വ്യകർഷൻ പാശപാണയഃ. ഇതെന്താണ്? ഈ അത്ഭുതം സ്വപ്നമാണോ അതല്ല സാക്ഷാത് കാണപ്പെട്ടതാണോ? കയ്യിൽ കയറേന്തി എന്നെ വരിച്ചവരെല്ലാം ഇപ്പോൾ എവിടെ പോയി? ആ സംഭവങ്ങളൊക്കെ സ്വപ്നമായിരുന്നല്ലോ. അങ്ങനെ അയാളിൽ ചിന്താഭേദം വന്ന് പൂർവ സംസ്കാര ബലത്താൽ, ചെറുപ്പത്തിൽ ആർജിച്ച സംസ്കാരത്തിന്റെ ബലത്താൽ, വീണ്ടു വിചാരത്താൽ അയാൾ സർവവും ഉപേക്ഷിച്ച് ഹരിദ്വാരത്തിൽ പോയി ഗംഗാതീരത്ത് തീവ്രമായ തപശ്ചര്യകൾ കഴിഞ്ഞ് ഭഗവത് തത്വത്തിൽ തന്നെ ഉറപ്പിച്ച് മുക്തനായി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടും ഇവിടെ പറയുന്നത് സദാ തദ്ഭാവഭാവിത, നിത്യനിരന്തരമായി എന്തൊരു സംസ്കാരത്തെയാണോ ആർജിക്കുന്നത് അത് തന്നെയാണ് മരണസമയത്തും ഉണ്ടാകുന്നതെന്ന് ഉറപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ സദാ എല്ലാ സമയത്തും എല്ലാ ദിവസങ്ങളും ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഒരു ശ്ലോകമെങ്കിലും ഗീതയായാലും ഏതായാലും നാമം ജപം ഉപാസനകളൊക്കെ ചെയ്ത് സംസ്കാരം ഉറപ്പിച്ച് അതിനനുസരിച്ചുള്ള ഗതി തന്നെയാണ് നമുക്കുണ്ടാവുക. അല്ല മനുഷ്യന് പറയപ്പെട്ടതൊന്നും ചെയ്യാതെ, ധ്യാനം തുടങ്ങിയവയൊന്നും ചെയ്യാതെ, സത്സംഗങ്ങളൊന്നും ചെയ്യാതെ, ശാസ്ത്രം ബോധിക്കാതെ അങ്ങനെയൊക്കെ കഴിയുകയാണെങ്കിൽ, പരമാവധി എല്ലാവരെയൊക്കെ വേദനിപ്പിച്ചിട്ടൊക്കെ കഴിയുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവുമ്പോൾ എന്താവും? നമ്മൾ അതിനനുസരിച്ച ജന്മമായോ എടുക്കേണ്ടി വരിക. നമുക്ക് ഇന്നുള്ള സംസ്കാരം മറ്റാരും തന്നതല്ല, നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. അതുകൊണ്ട് നാളത്തെ സംസ്കാരത്തെ പരിശ്രമം കൊണ്ട് നമ്മൾ തന്നെ മാറ്റാൻ കഴിയുള്ളൂ, വേറെ ആർക്കും കഴിയില്ല. അതാണ് ഈ ശ്ലോകം പറയുന്നത്. ഒരാളുടെ മനോഗതി എപ്രകാരമാണോ ഇരിക്കുന്നത് അതിനനുസരിച്ചിരിക്കും അയാളുടെ പ്രകൃതം. അതിന് പ്രത്യേകിച്ച് വിശദീകരണം ഒന്നും ആവശ്യമില്ല. അപ്പൊ ദേഹത്തോട് കൂടി ഇരിക്കുമ്പോൾ തന്നെ അതിൽ അഭിമാനം ഒഴിവാക്കാനും പരമാത്മ ചിന്തയിൽ മനസ്സുറപ്പിക്കാനും അങ്ങനെ പാവനമായൊരു സംസ്കാരം, ആധ്യാത്മിക സംസ്കാരം സൃഷ്ടിക്കുകയാണ് വേണ്ടത്. ആത്മാർത്ഥമായി പ്രയത്നിച്ചാൽ ആധ്യാത്മിക സംസ്കാരം പ്രബലപ്പെടും. ആധ്യാത്മിക ചിന്തയായിരിക്കും മരണസമയത്തും അയാളിൽ ഉണ്ടാവുക. അതാണ് ജീവന്റെ മരണാനന്തരഗതിയെ നിർണയിക്കുന്നത്. യാത്ര പുറപ്പെട്ട് കഴിഞ്ഞ ശേഷം അല്ല നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് നിശ്ചയിക്കാറ്. അപ്പോൾ പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ചിന്തിക്കണം. അപ്പോൾ ഇപ്പം തന്നെ ചിന്തിച്ചു തുടങ്ങണം നമ്മുടെ തുടർന്നുള്ള യാത്ര എങ്ങോട്ടാണെന്ന്, ലക്ഷ്യം എന്താണെന്ന്.
ലക്ഷ്യമാണ് ആദ്യം ചിന്തിക്കേണ്ടത്. ലക്ഷ്യത്തിനനുസരിച്ചാണ് മാർഗം. അപ്പോൾ മരണസമയത്തെ ചിന്തകൾ ജീവന്റെ അനന്തരഗതിയെ നിശ്ചയിക്കുന്നു എന്ന് പറയുന്നതിലൂടെ ആ ചിന്തകൾ നമ്മൾ നിത്യനിരന്തരമായി ആർജിച്ചെടുക്കേണ്ടതാണെന്ന് വരുന്നു. അതാണ് ഈ ശ്ലോകം നമ്മളോട് ബോധിപ്പിക്കുന്നത്.